നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോഴും ചില സംശയങ്ങൾ അവശേഷിക്കുകയാണ്. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്നത് ഒരു 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്യുമോ, ആത്മഹത്യ ചെയ്താൽ തന്നെ ഇത്തരത്തിൽ തൂങ്ങി മരിക്കാൻ, അതായത് അത്തരത്തിൽ ആ കുരുക്കിടാനൊക്കെ ആ കുട്ടിക്ക് അറിയാമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം കഴിഞ്ഞ ദിവസം ചർച്ചയായതാണ് ഒരു 9 വയസ്സുകാരിക്ക് ഇത്തരത്തിൽ കുരുക്കിട്ട് തൂങ്ങി മരിക്കാൻ അറിയാവോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. എന്തായാലും പ്രാഥമികമായി ദുരൂഹതയൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസിന്റെ നീക്കം എങ്ങനെയാണ് എന്നത് വരെ മണിക്കൂറുകൾ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അമ്മ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിലാണ് അഹല്യ ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് നിലവിൽ നൽകുന്ന സൂചന. നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശി ശ്യാമിന്റെയും ലേഖയുടെയും മകൾ അഹല്യയാണ് മരിച്ചത്. ഇരുവരും കൂലിപ്പണിക്കാരാണ്. രാവിലെ അമ്മ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ കുട്ടി ഒപ്പം വരുന്നുവെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞ് അമ്മ കുട്ടിയെ വഴക്കു പറഞ്ഞു. ഇതിന്റെ മനോവിഷമത്തിലാണ് കുട്ടി ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമികമായി കിട്ടുന്ന സൂചന. അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനാൽ സൂക്ഷിച്ച് ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന് കുട്ടിയോട് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹല്യയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത്. അവർ ഭക്ഷണം പാകം ചെയ്ത ശേഷം കഴിക്കാനായി കുട്ടിയെ വിളിച്ചിട്ടും വന്നില്ല. തുടർന്ന് അടച്ചിട്ടിരുന്ന മുറിയുടെ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ നേമം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഒരു 9 വയസ്സുകാരി അമ്മ വഴക്ക് പറഞ്ഞു എന്ന ദേഷ്യത്തില് മുറിക്കകത്ത് കയറുന്നു, മുറി പൂട്ടുന്നു, കട്ടിലിൽ സ്റ്റൂള് എടുത്തിടുന്നു, അതിനുശേഷം അതിന് കുരുക്കിടുന്നു, കുരുക്കിട്ട് ഫാനിൽ തൂങ്ങി മരിക്കുന്നു. ഇതാണ് അവിടെ നടന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംശയവും ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കും. തുടക്കത്തിൽ ദുരൂഹതയൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. എന്തായാലും സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടട്ടെ. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നേമം വാർഡ് കൗൺസിലർ MR ഗോപകുമാർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അഹല്യ എന്ന് പറയുന്ന നേമം സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മരണപ്പെട്ടത്. ആ കുട്ടി വളരെ ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയെന്നാണ്. ആ കുട്ടിയുടെ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു എന്നുള്ളത് ആണ് കാരണം എന്നൊരു സൂചന വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. എങ്കിൽ പോലും ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു, അങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ന് അമ്മയും അച്ഛൻ ജോലിക്ക് പോയി. അമ്മ പുറത്തു പോകാനായിട്ട് 2 വീലർ എടുത്ത് പുറത്തു പോയി. ആ പുറത്തു പോകുന്ന സമയത്ത് ആ അനിയത്തി കുട്ടിയുമായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനിയത്തി കുട്ടിയുമായി റൂമിൽ കയറി കട്ടിലിൻ്റെ മേലെ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് ആ ഫാനിൻ്റെ കുരുക്കിട്ട് ആ കുട്ടിയെ താഴെ ഇരുത്തിയ ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഒരു ദുരൂഹത എന്താണെന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ എല്ലാവർക്കും ആ നാട്ടിൽ ഒന്നടങ്കം ആളുകൾക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും ഇളം പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ, അതും തൂങ്ങി മരണം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളും കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും റെസിഡൻസുകാരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ ഒരു ഞെട്ടലോടെയാണ് കണ്ടുവരുന്നത്. കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്, ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു, ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായി. ഇതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ്. സർ, ഇത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് നടപടിയൊക്കെ സ്വീകരിച്ചു. പോലീസ് വന്നു. അതിൻ്റെ നിയമം സർക്കിൾ ഇൻസ്പെക്ടർ സർക്കിൾ തന്നെ നേരിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എഴുതുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏകോപനം ഉണ്ടായി. വളരെ നന്നായിട്ട് പോലീസ് ആ കാര്യത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ഈ കുട്ടിയുടെ മാതാപിതാക്കള് എന്ത് ചെയ്യാണ്? അപ്പോ അവര് എന്ത് ജോലി ചെയ്യാണ്? അച്ഛൻ കൂലിപ്പണിയാണ്. അമ്മയും ഒരു ഗവൺമെൻറ് ജോലിയൊന്നുമില്ല, എവിടെയോ ചെറിയ ജോലി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. മറ്റ് വലിയ സമ്പത്തുള്ള കുടുംബമൊന്നുമല്ല, സാധാരണ കുടുംബമാണ്. പക്ഷെ വളരെ വിഷമിച്ചാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും ഒരു താങ്ങാൻ കഴിയാത്തൊരു സങ്കടമായി മാറി. സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു 4ാം ക്ലാസ്സുകാരിയാണ്. അപ്പൊ 4ാം ക്ലാസ്സുകാരി എങ്ങനെ കുരുക്കിട്ടു അല്ലെങ്കിൽ എങ്ങനെ ആത്മഹത്യ ചെയ്തു? ആ ഒരു ചോദ്യം ഇവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുമായി ആ ഒരു സംശയം ദൂരീകരിക്കുക, അങ്ങനെ രീതിയിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ട്? അതങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിട്ടില്ല. കാരണം കട്ടിലിൻ്റെ മുകളിൽ സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നാൽ ഇത് എത്തുന്ന ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ അത് എത്തിപ്പിടിക്കാവുന്ന ഫാനിൻ്റെ അകലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാർ, അത് മാത്രമല്ല ഇനി സംസ്കാരം നാളെയാണെന്ന് അറിയുന്നു. അപ്പോൾ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് നടപടികൾ എന്തൊക്കെയാണ്? മറ്റ് പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും. മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. ഏതുകൊണ്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെ. കുട്ടിയുടെ മാനസികമായ അസ്വസ്ഥത തന്നെയാണ് കാരണം. മറ്റൊന്നും നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നും പ്രാഥമികമായിട്ടുണ്ടായിട്ടില്ല. സാറിന് ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാൻ അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ വളരെ മാനസികമായ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്, ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുന്നു. അമ്മയും അതുപോലെ തന്നെ. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന ആത്മഹത്യയിലേക്ക് തിരിയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാൻ, സ്കൂൾ തലങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ 4ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമുക്ക് ആ ബോധം തരുന്നു എന്നുള്ളതാണ്.